അസ്സലാമലൈക്കും. ഇന്ന് ആവോലി വറുത്തരച്ച് കറി വെക്കുന്നതാണ് കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആവോലി കുറച്ച് വലിയ ആവോലി ആയതുകൊണ്ട് എനിക്ക് മുറിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനത് എങ്ങനെയൊക്കെയോ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് പൊരിക്കാനുള്ള കഷ്ണങ്ങൾ മുറിച്ച് അത് വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ കറി വെക്കാൻ അത് വേറെ ആക്കിയിട്ടുണ്ട്. പിന്നെ തിളച്ച വെള്ളം ഈ പൈപ്പിൽ നിന്ന് വരുന്നത്. അപ്പോൾ മീനൊക്കെ ഇങ്ങനെ ഇഴുകി പോവുക കഴുകുമ്പോൾ തന്നെ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ആ വട്ടപാത്രത്തിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടാണ് മീനൊക്കെ കഴുകണത്. അങ്ങനെ കായം പറ്റുള്ള മീനിൽ ഒരു 2 സ്പൂണും മുളക് പൊടി, ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് കായം പറ്റുന്നത്. ഇതാദ്യം ഈ മസാല ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതായിട്ട് മീനിടുക. ഞാൻ അത് മറന്നിട്ട് അതിൻ്റെ മുകളിലാണ് മസാല ഇട്ടത്. അതങ്ങനെ കുഴച്ച് വെക്കണം. പിന്നെ ഈ ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് കായം പരട്ടിയൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് ഈ കായം പരട്ടിയ മൺചട്ടിയിൽ തന്നെ കറി വെക്കാൻ പോണത്. അപ്പോൾ അതിൽ കുറച്ച് ഒരു അരമണിക്കൂർ പഴംപുളി വെള്ളത്തിയിട്ടിട്ട് വെക്കണം. പെട്ടെന്ന് നമ്മൾ പുളി എടുത്ത് വെള്ളത്തിയിട്ട് അപ്പോഴേക്കപ്പോൾ പിഴിഞ്ഞൊഴിച്ചാൽ ആ കൂട്ടാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കുറച്ച് നേരം പുളി വെള്ളത്തിയിട്ടിട്ട് വെക്കുക. എന്നിട്ടാണ് അത് പിഴിഞ്ഞൊഴിക്കേണ്ടത്. പിന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വലിയ ജീരകമിട്ട് ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 3 സ്പൂണ് തേങ്ങ വറുത്തത് ഇട്ടിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ വറുത്തിട്ട് കൊടുന്നിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ തേങ്ങ വറുത്തത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അങ്ങനെ അത് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. പിന്നെ ഒരു പകുതി സവോള, ഒരു 4-5 പച്ചമുളകും, പിന്നെ ഒരു തക്കാളിയും ഇതിലേക്ക് അരിഞ്ഞിടണം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടി തിരുമ്പി കുഴച്ച്. പിന്നെ ഞാൻ ഒരു കുഞ്ഞ് മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത്ര കുറച്ച് പുളി ഒഴിച്ചത്. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞ് മാങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം കൈ കൊണ്ട് തിരുമ്പി കുഴച്ചിട്ടാണ്. പിന്നെ എല്ലാവരും കറി തിളച്ചതിന് ശേഷം മീടുന്നവരുണ്ട്. നമ്മളിങ്ങനെ കറി വെക്കുമ്പോൾ ആദ്യം മീനിട്ടിട്ട് വെക്കലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ മീനിട്ട് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുകൊണ്ടാണ് പിന്നീട് ഇടുന്നത് കറിയിൽ. അങ്ങനെ മീനും എല്ലാം കൂടിയിട്ട് നമ്മളതിൽ പാകപ്പെടുത്തിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറി തിളച്ചു. കുറച്ചൊരു അരമണിക്കൂറൊക്കെ ഇരിക്കണം അടുപ്പത്ത്. അപ്പോഴാണ് പാകത്തിന് വറ്റിയിട്ട് വരിക. ഇതിൽ ഉള്ളി കാച്ചിട്ട് ഒഴിക്കുക കേട്ടോ. ചെറുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയിലോ അത് താളിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇതിലിടാം. ഞാൻ ഉലുവയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചേർക്കണില്ല. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ കറി വെക്കണത് പറഞ്ഞിട്ടിടാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞിട്ട് കറി വെക്കണത്. അങ്ങനെ ഇടാറില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും.